നമുക്ക് ഇപ്രാവശ്യം ചെയ്യാനുള്ളത് ഈ കാണുന്ന വീട് കണ്ടോ? ഈ കാണുന്ന വീടിൻ്റെ ആ കാണുന്ന ഏരിയയിൽ ആ ഓപ്പൺ ടെറസിൽ കുറച്ച് റൂഫിങ്, പിന്നെ ഒരു സ്റ്റെയർകേസ്, പിന്നെ ഒരു സ്ലൈഡിംഗ് ഡോർ, ഇത്രയും വർക്കുകളാണ് നമുക്ക് ഈ വീട്ടിൽ ചെയ്യാനുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും പിന്നെ വർക്കിൻ്റെ വീഡിയോയും അതിൻ്റെ ചിലവ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത്. ഓപ്പൺ ടെറസും കാര്യങ്ങളും ഇല്ലാത്ത വീടുകൾ വളരെ ചുരുക്കമായിരിക്കും. അപ്പം എല്ലാ വീടുകളിലും തന്നെ കാണും. ഇപ്പോഴത്തെ എല്ലാ വീടുകളിലും അങ്ങനെ ഒരു സംഭവം ഇല്ലാത്ത വീടുകൾ വളരെ കുറവാണ്. ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന വീടിൻ്റെ ഏകദേശം ഫ്രണ്ട് വശത്ത് കാണുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ 2 സൈഡ് ഭിത്തി കെട്ടി മറച്ചിട്ടുണ്ട്. പിന്നെ ഒരു സൈഡ് മാത്രമേ പിന്നെ ഗ്രിൽസ് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഭിത്തി കെട്ടി. കാരണം അങ്ങനെ പ്ലാനിങ്ങിൽ, കാരണം എങ്ങനെയാണേലും ഭാവിയിൽ അളക്കുന്നുള്ള പ്രശ്നം, ഭാവിയിൽ എങ്ങനെയാണെന്നുള്ളത് ഉറപ്പില്ലല്ലോ. ഇപ്പോൾ അളന്നില്ലെങ്കിലും പിന്നീട് അളക്കാം. പിന്നെ അളന്നാലും വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ്. കുറച്ച് അത്രയും സ്ക്വയർ ഫീറ്റ് കൂടിയാലും വലിയ വിഷയമൊന്നും ഈ വീടിനില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഭിത്തി കെട്ടി അടച്ചിട്ടാണ് ആ വീട് ചെയ്യുന്നത്. കാരണം ഭാവിയിൽ നെറ്റ് ഇടുന്ന പരിപാടിയൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഭിത്തി കെട്ടി. അപ്പോൾ കാണാൻ കുറച്ച് ലുക്കുമായി. അപ്പോൾ ഫ്രണ്ടിലൊരു ഷോ വാളൊക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഷീറ്റാണെന്നുള്ളത് മനസ്സിലാവുന്നു ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ചെയ്തതാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഒരു കട്ടിങ് ഉണ്ട്. എൽ ഷേപ്പിലാണ് ഷീറ്റ് ചെയ്യുന്നത്. ഒരു സൈഡിൽ 20 അടി ഷീറ്റും പിന്നെ ബാക്കി ഏരിയയിൽ 16 അടി ഷീറ്റുമാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ മേലോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. ആ വാട്ടർ ടാങ്കിന് അങ്ങോട്ട് കയറി പോകാനാണ് മെയിൻ ആവശ്യം. മറ്റാവശ്യങ്ങളൊന്നുമില്ല. എന്നാൽ പോലും ഒരു നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു സ്റ്റെയർകേസ് ചെയ്തതെന്ന് വീട്ടുകാർ ഉടമസ്ഥൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം പതിവ് പോലെ നമ്മൾ മെയിനായിട്ടുള്ള ആദ്യത്തെ പരിപാടി ഷീറ്റ് ഇടലാണ്. ഷീറ്റ് ഇടാനുള്ള പരിപാടിക്ക് വേണ്ടി നമ്മൾ കഴുക്കോലൊക്കെ സെറ്റ് ചെയ്തു. എല്ലാം 3x1 പൈപ്പ്, പിന്നെ 1x1 പട്ടിക, പിന്നെ പാത്തി എല്ലാം വർക്ക് നടക്കുന്നുണ്ട്. അപ്പം നല്ല മഴയാണ്. അപ്പം ഇവിടെ ഭിത്തി കെട്ടി ഫുള്ളും മുട്ടിച്ചുകൊണ്ട് തന്നെ അതിനുള്ളിൽ കുളം പോലെയാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അർജൻറ്റായിട്ട് തീർക്കേണ്ട ഒരു വർക്കും കൂടിയാണ്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ ഫുള്ള് വെള്ളം. കാരണം ഹോളൊന്നും നിലവിൽ ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കോരി മറിക്കേണ്ട അവസ്ഥ വരും. കാരണം തേപ്പെല്ലാം കഴിഞ്ഞ് പെയിൻറ്റിങ്ങിൻ്റെ പണിയും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം വേനൽ മഴ എന്ന് പറഞ്ഞിട്ടാണ് പെയ്യുന്നത്. പിന്നെ മഴക്കാലം പെട്ടെന്ന് നേരത്തെ വന്നതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട് വർക്ക്. താഴോട്ട് നോക്കുമ്പോൾ നല്ല ഭീമാകാരമായ ഏരിയയാണ്. കാരണം സെക്കൻഡ് ഫ്ലോറിനെക്കാട്ടും ഹൈറ്റ് ഉണ്ട്. അപ്പുറത്തെ പിന്നെ സ്പേസ് നല്ല താഴ്ന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റ് തോന്നിക്കുന്നുണ്ട് ഈ വീടിന്. കാരണം ഇതിൻ്റെ റോഡ് ഈ സൈഡിലല്ല, അപ്പുറത്തെ സൈഡിലാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ സൈഡിൽ കുറച്ച് താഴ്ന്ന ഫ്ലോട്ടാണ്. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഭീകരാന്തരീക്ഷം ആണ്. എന്നാലും കുഴപ്പമില്ല വർക്ക്. പിന്നെ കാരണം പിന്നെ പട്ടികയൊക്കെ പരമാവധി നമ്മൾ അടുപ്പിച്ചാണ് കൊടുത്തിരിക്കുന്നത്. കാരണം പിന്നെ ഇത്രയും ഉയരത്തിലുള്ള സംഭവം ആയതുകൊണ്ടും പിന്നെ താഴെയൊക്കെ പാത്തി പിടിപ്പിക്കുമ്പോൾ എങ്ങനെയാണെങ്കിലും രണ്ടാമത് കുറച്ച് റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അടിയത്തെ പട്ടിക കുറച്ച് അടുപ്പിച്ച് കൊടുത്ത് ബാക്കിയെല്ലാം ഏകദേശം ഒരു തുല്യ അകലം ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കാരണം കയറി നടക്കാനുള്ള സ്പേസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. മറ്റ് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ പാടെ തന്നെ നമ്മൾ ഷീറ്റ് ഇടുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഷീറ്റ് ഇപ്രാവശ്യം നമ്മൾ ഓക്സിയുടെ ഷീറ്റാണ് ചെയ്യുന്നത്. ഷീറ്റും കയറ്റലും കുറച്ച് റിസ്ക്കാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ സൈഡിൽ ഫ്രണ്ട് വശം അപ്പുറത്തെ സൈഡാണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ സാധനം ഇറക്കിയിട്ട് നല്ല ഹൈറ്റിലാണ് കയറ്റേണ്ടി വന്നിട്ടുണ്ടായത്. എല്ലാം മഴയുടെ ഗ്യാപ്പ് നോക്കിയിട്ടുള്ള അവരുടെ മഴ ആയി, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്കും മഴ പെയ്യുന്നു. കാരണം വേനൽ മഴയുടെ മലയോര പ്രദേശം ആയതുകൊണ്ട് തന്നെ മഴ കുറച്ച് കൂടുതലുള്ള ഒരു ഏരിയയാണ്. അപ്പം ഷീറ്റിൻ്റെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയയിലുള്ള ഒരു ഗിൽസ് നിന്ന് കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ, അതായത് നെറ്റൊന്നും അടിക്കാതെ കുറച്ച് ഭാവിയിൽ വേണമെങ്കിൽ ഒരു റൂം പോലെ സീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അടിപൊളിയായിട്ട് തന്നെയാണ് ഗ്രിൽസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1.5 ഫ്രെയിമും 1.25 ബാക്കി പൈപ്പുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗ്രിൽസ് നിലത്തിട്ട് തന്നെ ഫുള്ള് പണി തീർത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കയറ്റി വെക്കൽ കുറച്ച് റിസ്ക്കാണ്. പിന്നെ ഷോപ്പിൽ നിന്നൊന്നും നമുക്ക് അടിച്ചിട്ട് പോയി അവിടെ അതേ കണ്ടീഷനിൽ കയറ്റലും ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ സൈഡിലിട്ട് തന്നെയാണ് വർക്ക് ഇപ്രാവശ്യം ചെയ്യുന്നത്. കാരണം അവിടെ നിന്ന് കയറ്റി പെയിൻ്റ് അടിച്ച് അന്നേരം തന്നെ കയറ്റി വെക്കാനുള്ള പരിപാടിയാണ്. കാരണം വണ്ടിക്ക് കൊണ്ടുപോയി അതിൻ്റെ മേലോട്ട് കയറ്റൽ ഭയങ്കര റിസ്ക്കാണ്. അങ്ങനെയാകുമ്പോൾ 2 പീസായിട്ടൊക്കെ കയറ്റേണ്ടി വരും. അതുകൊണ്ട് അവിടെ തന്നെ ഇട്ട് എവിടെ കയറണോ അവിടെ തന്നെ ഇട്ടിട്ട് നമ്മൾ റെഡിയാക്കി അടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ നമ്മൾ ഗ്രിൽസ് ഫിറ്റാക്കി കഴിഞ്ഞിട്ടാണ് സ്റ്റെയർകേസ് അടിച്ചത്. കാരണം ഗ്രിൽസ് അല്ലെങ്കിൽ രണ്ടാമത് ഫിറ്റിങ് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ സ്റ്റെയർ നമ്മൾ രണ്ടാമതാണ് അടിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. കാരണം സ്റ്റെയർകേസ് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഗ്രിൽസ് കയറണമെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടെ തള്ളി കയറില്ല. കാരണം ഒന്നാമത് നല്ല വെയിറ്റ് ഉള്ളൊരു ഗ്രില്ലും കൂടിയാണ്. കാണാൻ ലുക്കായിട്ടുണ്ട്. പുറത്തുനിന്നൊക്കെ നല്ല വ്യൂ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. അപ്പം സ്റ്റെപ്പൊക്കെ നമ്മൾ ആദ്യം തന്നെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റെയർകേസ് നമുക്ക് പണി വളരെ എളുപ്പമായിട്ടുണ്ടായി. സ്റ്റെയർകേസ് തന്നെയാണെങ്കിൽ തന്നെ നമ്മൾ അത്യാവശ്യം ഗ്യാപ്പ്, അതായത് 8 ഇഞ്ചോളം ഹൈറ്റ് സ്റ്റെപ്പിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം ഡെയിലി കയറേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. കാരണം വാട്ടർ ടാങ്ക് നോക്കാനും, കാരണം സ്റ്റെപ്പ് ഇങ്ങനെ വേണമെന്നുള്ളൊരു ആവശ്യം മാത്രമേ അവർ ആവശ്യപ്പെട്ടുള്ളൂ. കാരണം കുറച്ച് ഹൈറ്റ് കൂടിയാലും കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവിടുത്തെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്.
അല്ല പിന്നെ ഫുള്ള് ചെരിച്ച് അങ്ങേ അറ്റം വരെ കൊണ്ടുപോകണം. അപ്പം അന്നേരമാകുമ്പോൾ കുറച്ചും കൂടി ഹെവി ആയിട്ട് പിന്നെ ഇതിപ്പോൾ 3-1.5 പൈപ്പാണ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് 4-2 ആക്കേണ്ടി വരും. അപ്പം അങ്ങനെ കുറയ്ക്കാനും പിന്നെ ചിലവ് പരമാവധി കുറഞ്ഞിരിക്കുകയല്ല. കാരണം വെറുതെ ആവശ്യമില്ലാത്തൊരു സംഭവമല്ല. ആവശ്യമില്ലാത്തതെന്നല്ല, പിന്നെ ഓവർ ചിലവ് കൊടുക്കാതെ നമ്മൾ ചെയ്യാനുള്ള പരിപാടിയിലാണ് വർക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ ഇത് തള്ളിപ്പോകാതിരിക്കാൻ ഭിത്തിയൊക്കെ കൂട്ടിയിട്ട് ഒരു പ്ലേറ്റ് അടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ പിന്നെ ബലം നല്ലോണം ആവുകയും ചെയ്യും, സ്ട്രോങ് ആവുകയും ചെയ്തു. നിലത്തും അടിക്കുന്നത് കൂടാതെ ആ ചുമരോട് ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായത്. കാരണം പരമാവധി ഒരു മൂലക്കോട്ട് ഒതുങ്ങി നിൽക്കണം എന്നുള്ളത് അങ്ങനെയാണല്ലോ. അല്ലെ പിന്നെ മറ്റ് സ്പേസ് ഉപയോഗിക്കാൻ പറ്റാതെ വരുമല്ലോ. പിന്നെ ഒരു സൈഡ് കൈവരി, കാരണം മറ്റു സൈഡ് പിന്നെ ഗിൽസ് ഭിത്തിയോട് ചേർന്നിട്ടാണ് കൊണ്ട് കുഴപ്പമില്ല. ഒരു സൈഡിൽ ചെറിയൊരു കൈവരിയും കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെപ്പ് ഇതുപോലെ കയറി വന്നു കഴിയുമ്പോൾ അവിടെ ഒരു കറക്റ്റ് അവിടെ ഒരു പിന്നെ ഷീറ്റിൻ്റെ കറക്റ്റ് കട്ടിങ്ങിൽ ഒരു ഡോറും അതിന് മേലോട്ട് നമ്മളൊരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനും നമ്മൾ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ അവിടെ നിന്ന് ടോപ്പിൽ നിന്നാണല്ലോ, താഴത്തേനെക്കാളും റിസ്ക് ഏരിയ ടോപ്പിലാണ്. അതുകൊണ്ട് തന്നെ അവിടെയും ഒരു ഹാൻഡ് റെയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. അതുണ്ടല്ലോ എങ്ങനെയാണ് സംഭവം. കാരണം അവിടെ നിന്ന് കയറി വന്നു കഴിയുമ്പോൾ രണ്ട് സൈഡിലും തന്നെ ആ ഭാഗത്ത് 2 ഏരിയയിലും പിന്നെ ഹാൻഡ് റെയിൽ കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടാണ് ഉണ്ടായത്. കാരണം പിന്നീട് കാരണം ഏറ്റവും കൂടുതൽ അപകടമുള്ള ഏരിയ താഴത്തേനെക്കാട്ടും അപകട ഏരിയ അത്. കാരണം ഞാൻ പറഞ്ഞില്ല, അപ്പുറത്തെ സൈഡ് ഭയങ്കര ഒരു ഹൈറ്റ് ഏരിയ. പിന്നെ ഷീറ്റിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ മഴയൊക്കെ ഉള്ള സമയത്ത് ഷീറ്റിലൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം പായലൊക്കെ പിടിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അല്ലാത്ത ദിവസം ഷീറ്റിലൊക്കെ കയറി പാത്തിയൊക്കെ വൃത്തിയാക്കുന്നതിന് വലിയ കുഴപ്പമില്ല. ഒരു കയറിട്ടിട്ട് പിന്നെ നിങ്ങളെപ്പോലുള്ളവർ കയറുമ്പോൾ ഒരു കയറൊക്കെ ഇട്ടിട്ട് കയറുന്നത് നല്ലതായിരിക്കും. നമ്മളെപ്പോലുള്ളവർക്ക് കുറച്ച് ധൈര്യം കൂടുതലുണ്ടല്ലോ. പിന്നെ മഴക്കാലത്തൊന്നും പരമാവധി കയറാതിരിക്കുക. കാരണം നല്ലോണം വഴുക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി പെയിൻറ്റിങ്ങും കാര്യങ്ങളും മാത്രമേ ബാക്കിയുള്ളൂ. അതുപോലെ തന്നെ പറയാനുള്ളത്, പാത്തിയൊക്കെ എന്ന് പറഞ്ഞാൽ മഴ വരുന്നതിന് മുമ്പ് തന്നെ പരമാവധി ക്ലീനാക്കി വെക്കാൻ ശ്രമിക്കുക. പിന്നെ അല്ലെങ്കിൽ പിന്നെ മഴക്കാലം ആകുമ്പോൾ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചപ്പൊക്കെ അതിന് മുന്നേ തന്നെ വേനൽക്കാലത്ത് തന്നെ പരമാവധി ആരെങ്കിലും വിളിച്ച്, നിങ്ങളെക്കൊണ്ട് പറ്റുന്നില്ല ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് ക്ലീനാക്കിയിട്ട് വെക്കാൻ ശ്രമിക്കുക. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏപ്രിൽ മാസത്തിലോ മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെ തന്നെ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. കാരണം മെയ് മാസം ആകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ വർക്കേഴ്സിനൊക്കെ നല്ല തിരക്കായിരിക്കുള്ള ടൈമായിരിക്കും. അന്നേരം ആരെയും വിളിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. അത് എത്ര പിന്നെ സ്ഥിരം ചെയ്യുന്നവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും തിരക്കുണ്ടാവും. പലരും വിളിക്കും. മെയിൻ്റെനൻസ് വർക്ക്, പുതിയ വർക്ക് എല്ലാം വരുന്നൊരു സമയമായിരിക്കുമല്ലോ. അപ്പം അവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം പെയിൻറ്റിങ് അടക്കം ഏകദേശം ഫുൾ ഫില്ലായിട്ടുണ്ട്. അവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഇത്ര ഏരിയ ഉള്ളൂ, വലിയ ഏരിയ ഒന്നുമില്ല. പക്ഷേ മൊത്തത്തിൽ ചെയ്തു വരിക്കുന്ന ഒരു വർക്ക് കുറച്ച് പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കായതുകൊണ്ട് അത്ര ഏരിയ വരുന്നുണ്ട്. ബുദ്ധിമുട്ടും താമസവും വന്നിട്ടുള്ളത്. ബാക്കി സംഭവമൊന്നുമില്ല, നോർമലായിട്ട് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന ഒരു വർക്ക് മാത്രം. അപ്പോൾ ഈ വർക്കിന് മൊത്തത്തിൽ ചിലവായിരിക്കുന്ന പൈസ 90,000 രൂപയാണ്. പോക്സിയുടെ ഷീറ്റാണ്. പിന്നെ സ്റ്റെയർ കേസ് ഉണ്ട്, സ്ലൈഡിങ് ഡോർ ഉണ്ട്, ഹാൻഡ് റെയിൽ ഉണ്ട്. അടിവശത്ത് 1 സൈഡിൽ പിന്നെ ഗിൽസ് ഉണ്ട്. ടോപ്പിൽ 2 സൈഡിലും ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. പാത്തി കൊടുത്തിരിക്കുന്നത് യൂറോ കാർഡിൻ്റെ പാത്തിയാണ്. അപ്പോൾ അത്രയും വർക്ക് ഈ വർക്കിന് ചെയ്തിരിക്കുന്ന മൊത്തത്തിൽ ചിലവായിരിക്കുന്ന പൈസയാണ് 90,000. അപ്പോൾ ഇതാണ്. ഇനി ഈ ഏരിയയിൽ ഫുള്ള് ടൈലൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കും. അപ്പോൾ കാണുമ്പോൾ ഇപ്പോൾ ഫുള്ള് ഫിനിഷ് ആയിട്ടുള്ള ഇതാണ്. പിന്നെ സ്റ്റെയർ കേസ് ഇതുണ്ടല്ലോ, സ്റ്റെയർ കേസ് കറക്റ്റ് അതിൻ്റെ അടിയിൽ വലിക്കുന്ന രീതിയിൽ ഒരു ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷീറ്റ് പരമാവധി ചേർന്നിട്ട്, കാരണം ഉത്തരവൊന്നും നമ്മൾ കൊടുക്കാതെ കഴുക്കോല് വെട്ടി ഇറക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഗ്യാപ്പൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ സൈഡിൽ അവിടെ ഇനി ഒരു ഗ്ലാസും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. സ്ലൈഡിങ് ഗ്ലാസ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയുണ്ട്, പ്ലാനുണ്ട്. അത് പെട്ടെന്ന് ചെയ്തില്ലെങ്കിലും അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അതിനകത്ത് ഒന്നും കയറുന്ന വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മറ്റു വീഡിയോകളും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ഇതാണ്. അപ്പോൾ നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.